Windows 10 Microsoft Edge browser troubleshooting. This is an advanced class. നിങ്ങളുടെ എഡ്ജ് ബ്രൗസർ വളരെ സ്ലോ ആയിട്ട് വർക്ക് ചെയ്താൽ എന്താണ് ചെയ്യേണ്ടത്? എഡ്ജ് ബ്രൗസർ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എഡ്ജ് ബ്രൗസറിന് നിങ്ങൾ റീസെറ്റ് ചെയ്യണം. എഡ്ജ് ബ്രൗസറിന് എങ്ങനെയാണ് റീസെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഈ ക്ലാസ്സിൽ നോക്കാം. നിങ്ങളുടെ ബ്രൗസർ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഇൻ്റർനെറ്റ് കണക്ഷൻ ഫാസ്റ്റായിട്ടുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്തോളണം. നിങ്ങളുടെ DNS, IP, ഗേറ്റ്വേ എല്ലാം കറക്റ്റായിട്ട് സെറ്റായിട്ടുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്തോളണം. ഇൻ്റർനെറ്റിൽ സ്പീഡ് ടെസ്റ്റ് റൺ ചെയ്യാൻ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതുപോലെ സ്പീഡ് ടെസ്റ്റിന് റൺ ചെയ്തിട്ട് നിങ്ങളുടെ ഇൻ്റർനെറ്റ് കണക്ഷൻ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം ഒരിക്കൽ നിങ്ങൾ ചെക്ക് ചെയ്തോളണം. നിങ്ങളുടെ ഇൻ്റർനെറ്റ് കണക്ഷൻ ഫാസ്റ്റ് ആയിട്ടുണ്ട്, പക്ഷേ നിങ്ങളുടെ എഡ്ജ് ബ്രൗസർ മാത്രം സ്ലോ ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എഡ്ജ് ബ്രൗസറിൽ കുറച്ച് സെറ്റിങ്സിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മളുടെ ഇൻ്റർനെറ്റ് കണക്ഷന് ഇപ്പോൾ 100 Mbps സ്പീഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഇൻ്റർനെറ്റ് കണക്ഷൻ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ടുള്ളപ്പോൾ എഡ്ജ് ബ്രൗസർ മാത്രം സ്ലോ ആയിട്ട് വർക്ക് ചെയ്താൽ എഡ്ജ് ബ്രൗസറിൻ്റെ അകത്ത് ഫ്ലാഗ് സെറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു സെറ്റിംഗ് തന്നിട്ടുണ്ട്. ഈ ഫ്ലാഗ് സെറ്റിങ്ങിന് നോർമൽ യൂസേഴ്സ് യാതൊന്നും ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് നന്നായിട്ട് അറിയുന്ന ഡെവലപ്പേഴ്സ് മാത്രമേ ഈ ഫ്ലാഗ് സെറ്റിങ്ങിനെ ചേഞ്ച് ചെയ്യാൻ പാടുള്ളൂ. നമുക്ക് ഫ്ലാഗ് സെറ്റിങ്ങിനെ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നോക്കാം. ഒരു ന്യൂ ടാബിനെ ഓപ്പൺ ചെയ്തിട്ട് എബൌട്ട് :ഫ്ലാഗ്സ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻട്രി കീനെ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് എഡ്ജിൽ ഫ്ലാഗ് സെറ്റിംഗ് ഓപ്പൺ ആവും. ഡീഫോൾട്ടായിട്ട് ഇവിടെ നിങ്ങൾക്ക് ഡെവലപ്പർ സെറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു സെറ്റിംഗ് ഉണ്ടാവും. സ്റ്റാൻഡേർഡ് പ്രിവ്യൂ സെക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ ഉണ്ടാവും. ഇവിടെ ഇനിയും കുറേ ഓപ്ഷൻസ് ഉണ്ട്, എല്ലാം അവർ ഹൈഡ് ചെയ്തിട്ടുണ്ടാവും. ഹൈഡ് ചെയ്ത ഓപ്ഷനൊക്കെ നോക്കണം എന്നുണ്ടെങ്കിൽ Ctrl+Shift+D കീനെ നിങ്ങൾ പ്രസ് ചെയ്യണം. നമ്മളിപ്പോൾ Ctrl+Shift+D കീനെ പ്രസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻസ് താഴെ ഓപ്പൺ ആവും. ഇവിടെ നിങ്ങൾക്ക് എനേബിൾ TCP ഫാസ്റ്റ് ഓപ്പൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഈ ഓപ്ഷനെ നിങ്ങൾ എനേബിൾ ചെയ്താൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന വെബ്സൈറ്റിൽ അവർ എനേബിൾ TCP ഫാസ്റ്റ് ഓപ്പണിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രൗസർ ഒരു 10% നിന്ന് 40% വരെ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യും. ഈ ഓപ്ഷനെ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ഓൾവേസ് ഓൺ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. ഇതിന് നമ്മളിപ്പോൾ സെലക്ട് ചെയ്യുന്നുണ്ട്. താഴെ നിങ്ങൾക്ക് ബ്രൗസറിന് ഒരിക്കൽ റീസ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഇൻഫർമേഷൻ കാണിക്കുന്നുണ്ട്. ഈ പേജിലുള്ള എല്ലാ സെറ്റിങ്ങും വളരെ അഡ്വാൻസ്ഡ് സെറ്റിംഗാണ്. നിങ്ങൾക്ക് അറിയാത്ത കാര്യം യാതൊന്നും ചേഞ്ച് ചെയ്യാൻ പാടില്ല. വല്ല ഓപ്ഷൻ നിങ്ങൾ അറിയാതെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ റീസെറ്റ് ആൾ ഫ്ലാഗ്സ് ടു ഡിഫോൾട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾ റീസെറ്റ് ആൾ ഫ്ലാഗ്സ് ടു ഡിഫോൾട്ട് എന്നുള്ളതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ചെയ്ത ചേഞ്ചസ് എല്ലാം ഡിഫോൾട്ട് സെറ്റിങ്ങിലേക്ക് മാറിക്കളയും. നിങ്ങൾക്ക് എഡ്ജ് കറക്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലേറ്റസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ അവർ 3 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എഡ്ജിന് നിങ്ങൾക്ക് റിപ്പയർ ചെയ്യാൻ പറ്റും. റിപ്പയർ ചെയ്തിട്ടും എഡ്ജ് കറക്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എഡ്ജിന് നിങ്ങൾക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റും. റീസെറ്റ് ചെയ്തിട്ടും എഡ്ജ് കറക്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എഡ്ജിനെ നിങ്ങൾക്ക് റീഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. നമുക്കാദ്യം എഡ്ജിനെ എങ്ങനെയാണ് റിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നോക്കാം. ഈ ഓപ്ഷനൊക്കെ നിങ്ങൾക്ക് വിൻഡോസ് വേർഷൻ 17.09 എന്നുള്ള വേർഷനിൽ മാത്രമേ തന്നിട്ടുള്ളൂ. നിങ്ങളുടെ വിൻഡോസ് 10ൻ്റെ വേർഷൻ ഇതിനേക്കാളും കമ്മിയായിട്ടുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ ഒന്നും തന്നെ നിങ്ങൾക്ക് വർക്ക് ചെയ്യില്ല. നമ്മളിപ്പോൾ ഒരു വിർച്വൽ മെഷീനെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഈ വിർച്വൽ മെഷീനിൽ എന്ത് വേർഷനാണ് റൺ ആവുന്നത് എന്നുള്ള കാര്യം നോക്കാൻ വേണ്ടിയിട്ട് വിൻ വേർഷൻ എന്നുള്ള കമാൻഡിനെ ടൈപ്പ് ചെയ്ത് നോക്കുന്നുണ്ട്. നമുക്ക് വേർഷൻ നമ്പർ 17.09 ഉണ്ട്. ഇതിനേക്കാളും ലേറ്റസ്റ്റ് വേർഷനിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന ഈ പ്രാക്ടിക്കൽ ഓപ്ഷനൊക്കെ വർക്ക് ചെയ്യുള്ളൂ. എഡ്ജ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ സ്റ്റാർട്ടിൽ സെറ്റിങ്ങിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. സെറ്റിങ്ങിൽ ആപ്സിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഈ ഓപ്ഷനിൽ നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റിൻ്റെ എഡ്ജ് ഉണ്ടാവും. ഇതിന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ മൂവ് അൺഇൻസ്റ്റാൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അഡ്വാൻസ്ഡ് ഓപ്ഷനെ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് റിപ്പയർ ചെയ്യാനുള്ള ഓപ്ഷൻ തന്നിട്ടുണ്ട്. എഡ്ജ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഈ റിപ്പയറിന് ഒരിക്കൽ ക്ലിക്ക് ചെയ്തിട്ട് എഡ്ജിന് റിപ്പയർ ചെയ്യണം എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. എഡ്ജ് പിന്നീട് കറക്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എഡ്ജിനെ റീസെറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ എഡ്ജിനെ ക്ലോസ് ചെയ്തിട്ട് ഒരിക്കൽ ഈ റീസെറ്റിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. റീസെറ്റിനെ സെലക്ട് ചെയ്താൽ എഡ്ജ് നിങ്ങൾക്ക് ഡിഫോൾട്ട് കണ്ടീഷനിലേക്ക് പോവും.
ഇതും നിങ്ങൾക്ക് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എഡ്ജിനെ നിങ്ങൾക്ക് റീഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. എഡ്ജിനെ നിങ്ങൾക്ക് റീഇൻസ്റ്റാൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ സേഫ് മോഡിൽ ചെന്നിട്ട് വേണം ആ റീഇൻസ്റ്റാൾ ചെയ്യാൻ. നമ്മൾ റിപ്പയർ റീസെറ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞു, എന്നിട്ടും എഡ്ജ് കറക്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ സേഫ് മോഡിലേക്ക് ചെല്ലണം. സേഫ് മോഡിലേക്ക് പോകാൻ നമ്മളിവിടെ msconfig എന്നുള്ള കമാൻഡിനെ ടൈപ്പ് ചെയ്യണം. msconfigൽ ബൂട്ട് ഓപ്ഷൻ്റെ അകത്ത് നിങ്ങൾക്ക് സേഫ് മോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇതിന് സെലക്ട് ചെയ്തിട്ട് അപ്ലൈന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ഓക്കേന് ഒരിക്കൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ കമ്പ്യൂട്ടറിനെ റീസ്റ്റാർട്ട് ചെയ്താൽ കമ്പ്യൂട്ടർ സേഫ് മോഡിൽ ബൂട്ടാവും. കമ്പ്യൂട്ടർ റീസ്റ്റാർട്ടായ പിന്നെ നമ്മൾ സേഫ് മോഡിൽ ഒരിക്കൽ ലാഗിൻ ആവുന്നുണ്ട്. സേഫ് മോഡിൽ കമ്പ്യൂട്ടറുടെ വീഡിയോ ക്വാളിറ്റിയൊക്കെ കമ്മിയായിട്ടേ ഉണ്ടാവുള്ളൂ. കാരണം എന്തെന്നാൽ സേഫ് മോഡിൽ വീഡിയോ ഡ്രൈവർ ഫയലൊന്നും തന്നെ ലോഡാവില്ല. ഇവിടെ ഡിസ്പ്ലേ സെറ്റിങ്ങിനെ സെലക്ട് ചെയ്തിട്ട് ഫാണ്ടിൻ്റെ സൈസിന് കുറച്ച് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സേഫ് മോഡിൽ നിങ്ങൾക്ക് റെസൊല്യൂഷനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ എഡ്ജിൻ്റെ ഫയൽ എല്ലാം ഡിലീറ്റ് ചെയ്യണം. എഡ്ജിൻ്റെ ഫയലെല്ലാം ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ സി ഡ്രൈവിൽ ചെന്നിട്ട് യൂസർ അക്കൗണ്ടിനെ സെലക്ട് ചെയ്തിട്ട് യൂസർ അക്കൗണ്ടിൽ ആപ്ലിക്കേഷൻ ഡേറ്റ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ഉണ്ടാവും. ഈ ഫോൾഡർ നിങ്ങൾക്ക് ഡീഫാൾട്ടായിട്ട് കാണിക്കില്ല. ആദ്യമേ നിങ്ങൾ വ്യൂവിൽ ഓപ്ഷനിൽ ഷോ ഹിഡൻ ഫയൽസ് താഴെയുള്ള ടിക്കെല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ആപ്പ് ഡേറ്റ കാണിക്കുള്ളൂ. ആപ്ലിക്കേഷൻ ഡേറ്റാവിൽ ലോക്കൽ ഫോൾഡറിനെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് പാക്കേജ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ഉണ്ടാവും. ഈ ഫോൾഡറിനകത്ത് മൈക്രോസോഫ്റ്റ് എഡ്ജ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ഉണ്ടാവും. ഈ ഫോൾഡറിൻ്റെ നെയിമിന് നിങ്ങൾ നോട്ട് ചെയ്യണം. ഈ ഫോൾഡറിനെ നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അകത്തുള്ള ഫോൾഡർ മുഴുവനും നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് എല്ലാ ഫയലും ഡിലീറ്റ് ആവും. ഇനി നിങ്ങൾ എഡ്ജിനെ ഒരിക്കൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യണം. അതുപോലെ രജിസ്റ്റർ ചെയ്യാൻ ഈ ഫോൾഡറിനെ ക്ലോസ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ പവർ ഷെല്ലിനെ അഡ്മിനിസ്ട്രേറ്റർ പവറിൽ ഓപ്പൺ ചെയ്യണം. ഇവിടെ പവർ ഷെൽ എന്ന് ടൈപ്പ് ചെയ്തിട്ട് പവർ ഷെല്ലിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അഡ്മിനിസ്ട്രേറ്റർ പവറിൽ പവർ ഷെല്ലിനെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഈ പവർ ഷെല്ലിൻ്റെ ഫോണ്ട് സൈസിന് കുറച്ച് ഇൻക്രീസ് ചെയ്യുക. പ്രോപ്പർട്ടിയിൽ ഫോണ്ട് സൈസിന് കുറച്ച് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞു. ഈ പവർ ഷെല്ലിൻ്റെ അകത്ത് നിങ്ങൾ ഒരു കമാൻഡിനെ ടൈപ്പ് ചെയ്യണം. ആ കമാൻഡ് എന്താണ് എന്നുള്ള കാര്യം നോക്കുക. ഈ കമാൻഡിനെ മുഴുവനും നമ്മൾ കോപ്പി ചെയ്തിട്ട് പവർ ഷെല്ലിൻ്റെ അകത്ത് ഈ കമാൻഡിനെ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ കമാൻഡിൽ നമ്മൾ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നോക്കിയാൽ ഗെറ്റ് ആപ്പെക്സ് പാക്കേജ്, ഈ പാക്കേജിന് കമ്പ്യൂട്ടറിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. മൈക്രോസോഫ്റ്റ് എഡ്ജിനെ ഇൻസ്റ്റാൾ ചെയ്യണം. അതിൻ്റെ അകത്ത് എന്തൊക്കെ ഓപ്ഷൻ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ട് എൻട്രി കീനെ സേഫ് മോഡിൽ നിങ്ങൾ പ്രസ് ചെയ്താൽ പോലും ഈ കമാൻഡ് ഇവിടെ വർക്ക് ചെയ്യില്ല. ഒരിക്കൽ എൻട്രി കീനെ പ്രസ് ചെയ്താൽ നമുക്ക് എറർ മെസ്സേജാണ് വരുന്നത്. ഈ കമാൻഡ് നമ്മൾ നോർമൽ മോഡിലാണ് റൺ ചെയ്യേണ്ടത്. കമ്പ്യൂട്ടറിന് നോർമൽ മോഡിൽ ബൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ msconfig എന്നുള്ള കമാൻഡിനെ ഒരിക്കൽ ടൈപ്പ് ചെയ്തിട്ട് ആ msconfigൽ ബൂട്ടിൽ ഈ സേഫ് ബൂട്ടിനെ റിമൂവ് ചെയ്തിട്ട് ഓക്കേനെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ കമ്പ്യൂട്ടറിനെ ഒരിക്കൽ റീസ്റ്റാർട്ട് ചെയ്താൽ കമ്പ്യൂട്ടർ നോർമൽ മോഡിൽ ബൂട്ടാവും. നോർമൽ മോഡിൽ അഡ്മിനിസ്ട്രേറ്റർ പാസ്വേഡിനെ ടൈപ്പ് ചെയ്തിട്ട് അകത്ത് നമ്മളിപ്പോൾ ലാഗിൻ ആവുന്നുണ്ട്. പവർ ഷെല്ലിനെ ഒരിക്കൽ കൂടി അഡ്മിനിസ്ട്രേറ്റർ പവറിൽ ഓപ്പൺ ചെയ്യണം. പവർ ഷെല്ലിനെ ഓപ്പൺ ചെയ്തിട്ട് ഈ കമാൻഡിനെ നമ്മളിവിടെ ടൈപ്പ് ചെയ്തിട്ട് എൻട്രി കീനെ പ്രസ് ചെയ്താൽ നമുക്ക് എഡ്ജ് കമ്പ്യൂട്ടറിൽ പുതിയതായിട്ട് ഇൻസ്റ്റാൾ ആവും. എഡ്ജ് കമ്പ്യൂട്ടറിൽ രജിസ്റ്റർ ആവും. ഇപ്പോൾ ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. എഡ്ജ് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞതും താഴെ കമാൻഡ് കംപ്ലീറ്റഡ് എന്നുള്ള ഇൻഫർമേഷൻ കാണിക്കുന്നുണ്ട്. ഇതിനെ ക്ലോസ് ചെയ്തിട്ട് എഡ്ജിനെ നമ്മൾ ഓപ്പൺ ചെയ്താൽ എഡ്ജ് നമുക്ക് ഇപ്പോൾ വർക്ക് ചെയ്യും. എഡ്ജ് നമുക്ക് ഇപ്പോൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എഡ്ജ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ msconfig കമാൻഡ് ടൈപ്പ് ചെയ്തിട്ട് സേഫ് മോഡിൽ കമ്പ്യൂട്ടറിന് ബൂട്ട് ചെയ്യണം. സേഫ് മോഡിൽ നിങ്ങൾ ലാഗിൻ ആയ പിന്നെ സി ഡ്രൈവിൽ ഈ ലൊക്കേഷനിൽ പാക്കേജിൻ്റെ അകത്ത് മൈക്രോസോഫ്റ്റ് എഡ്ജിനെ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്തുള്ള ഫോൾഡർ മുഴുവനും ഡിലീറ്റ് ചെയ്തിട്ട് ഒരിക്കൽ കൂടി msconfig കമാൻഡിനെ ടൈപ്പ് ചെയ്തിട്ട് കമ്പ്യൂട്ടറിന് നോർമൽ മോഡിൽ ബൂട്ട് ചെയ്തിട്ട് പവർ ഷെല്ലിൽ ചെന്നിട്ട് ഈ കമാൻഡിനെ നമ്മൾ ഒരിക്കൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഡ്ജ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. ഈ എഡ്ജിൽ തന്നെ അവർ ഡെവലപ്പർ മോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മോഡ് തന്നിട്ടുണ്ട്. ഈ ഡെവലപ്പർ മോഡിൽ നോർമൽ യൂസേഴ്സ് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എഡ്ജിൽ ഈ ഹബിനെ ക്ലിക്ക് ചെയ്താൽ താഴെ ഡെവലപ്പർ മോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മോഡ് ഉണ്ടാവും.
ഇവിടെ ഡെവലപ്പർ ടൂൾസിന് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഈ ഡെവലപ്പർ മോഡിൽ എഡ്ജ് ബ്രൗസറിനകത്ത് റൺ ചെയ്യാൻ പറ്റാവുന്ന പോലെ ആപ്ലിക്കേഷനൊക്കെ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ആപ്ലിക്കേഷനൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ അവർ എല്ലാ ഓപ്ഷനും തന്നിട്ടുണ്ട്. നോർമൽ യൂസേഴ്സ് ഈ ഡെവലപ്പർ ടൂളിൻ്റെ അകത്ത് വർക്ക് ചെയ്യേണ്ട യാതൊരു ആവശ്യം ഉണ്ടാവില്ല. എഡ്ജിൻ്റെ അകത്ത് റണ്ണാവുന്ന പോലെ ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന യൂസേഴ്സ് മാത്രം ഈ ഡെവലപ്പർ ടൂളിനെ ഓപ്പൺ ചെയ്തിട്ട് വർക്ക് ചെയ്താൽ മതി. നമ്മൾ ഈ ക്ലാസ്സിൽ എഡ്ജിൽ വല്ല പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് ശരിയാക്കേണ്ടത് എന്നുള്ള കാര്യം നോക്കിയിട്ടുണ്ട്. താങ്ക് യു.